വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ. ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദ എഫക്റ്റീവ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പുസ്തകം പീറ്റർ എഫ് ഡ്രക്കർ എഴുതിയ പുസ്തകമാണ്. പീറ്റർ എഫ് ഡ്രക്കറെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഒരു മോഡേൺ മാനേജ്മെൻറ്റ് ഗുരുവായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരാളാണ് പീറ്റർ എഫ് ഡ്രക്കർ. അങ്ങനെ അദ്ദേഹം എഴുതിയ ഈ പുസ്തകം ഒരുപക്ഷെ തീർച്ചയായും നമുക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. എസ്പെഷ്യലി ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിനും ഒപ്പം എക്സിക്യൂട്ടീവ്സിനും കോർപ്പറേറ്റ് ലീഡേഴ്സിനും എല്ലാം ഉപകാരം ചെയ്യുന്ന പുസ്തകമാണ്. മാത്രമല്ല സാധാരണ ജീവിത ശൈലിയിലും നമുക്ക് പ്രയോജനം ചെയ്ത ധാരാളം തോട്ടുകൾ ഈ എഫക്റ്റീവ് എക്സിക്യൂട്ടീവ് എന്നുള്ള പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എക്സിക്യൂട്ടീവ് എന്താണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ ചെയ്യുന്ന, ഗെറ്റിംഗ് തിങ്സ് ഡൺ, ഒരു കാര്യം വളരെ വ്യക്തമായും കൃത്യമായും ചെയ്യാൻ സാധിക്കുന്ന ആളുകളെയാണ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആകുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. പീറ്റർ എഫ് ഡ്രക്കർ പറയുന്നത് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ലേൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഹാബിറ്റാണ്. അത് നാം ലേൺ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാബിറ്റ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്, ഇവഞ്ച്വലി ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവഞ്ച്വലി ട്രൈ ചെയ്താൽ നമുക്കും എഫക്റ്റീവ് ആകുവാൻ സാധിക്കും എന്നുള്ളതാണ് പുസ്തകത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 5 ഹാബിറ്റ്സ് ഓഫ് എഫക്റ്റീവ് എക്സിക്യൂട്ടീവ്സ്. എഫക്റ്റീവ് എക്സിക്യൂട്ടീവ്സിന് 5 തരത്തിലുള്ള ഹാബിറ്റാണ് ഉള്ളത്. ഒന്നാമത്, ദേ നോ വെയർ ദെയർ ടൈം ഗോസ്. അവരുടെ സമയം എവിടെയാണ് പോകുന്നതെന്ന് വളരെ കൃത്യമായി അവർക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ സമയം കൃത്യമായി അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ സമയത്തെക്കുറിച്ച് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, അവർ സമയത്തെ മാനേജ് ചെയ്യുന്നുണ്ടാവും, അവർ സമയത്തെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും ആദ്യമായി സമയത്തെ മാനേജ് ചെയ്യുവാൻ സാധിക്കുന്ന ഹാബിറ്റ് ഉള്ളവരാണ് എഫക്റ്റീവായിട്ടുള്ള എക്സിക്യൂട്ടീവ്സ്. സമയത്തെ എത്ര കൃത്യമായി നാം മാനേജ് ചെയ്യുന്നു. എപ്പോഴും ബിസിയാണെന്ന് പറയുകയാണോ, സമയം ഒന്നിനും തികയുന്നില്ല എന്ന് പറയുകയാണോ, ഇതിനെല്ലാം ഉത്തരവാണ് ഈ എഫക്റ്റീവ് എക്സിക്യൂട്ടീവ്. സമയം എങ്ങനെ മാനേജ് ചെയ്യണം, എവിടെയാണ് തങ്ങളുടെ സമയം ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യവും ധാരണയും സ്കില്ലും ഉള്ളവരാണ് എഫക്റ്റീവ് മാനേജേഴ്സ് അല്ലെങ്കിൽ എഫക്റ്റീവ് എക്സിക്യൂട്ടീവ്സ്. രണ്ടാമത്തെ, ഫോക്കസ് ഓൺ റിസൾട്ട്സ് ദാൻ വർക്ക്. നമുക്ക് പലപ്പോഴും സംഭവിക്കാൻ രാത്രിയും പകലും നാം ജോലി ചെയ്യുന്നുണ്ടാവും. വീട്ടിലെത്തുമ്പോൾ ഒത്തിരി വൈകിയാണ് വീട്ടിലെത്തുന്നത്. എത്ര അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ എത്ര സമയം ജോലി ചെയ്തു എന്നുള്ള എന്ത് റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്, എന്താണ് ഔട്ട്കം ഉണ്ടായതെന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം ബോധമുള്ളവരായിരിക്കും എഫക്റ്റീവ് എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കും, നാം കുറേ ജോലി ചെയ്തിട്ടും റിസൾട്ട് ഉണ്ടാകുന്നില്ലേ, ഔട്ട്കം ഉണ്ടാകുന്നില്ലേ, അങ്ങനെയെങ്കിൽ നാം എഫക്റ്റീവ് അല്ല എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, ദേ ബിൽഡ് ഓൺ ദ സ്ട്രെങ്ത്. അവരുടെ ശക്തി കേന്ദ്രത്തെ കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എഫക്റ്റീവ് എക്സിക്യൂട്ടീവ്സ്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, നാം എന്തിനെക്കുറിച്ചാണ് കൂടുതൽ ചിന്താകുലരായിരിക്കുന്നത്? നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ചോ നമ്മുടെ കഴിവുകേടിനെക്കുറിച്ചോ നമ്മുടെ വീക്ക്നെസ്സിനെക്കുറിച്ചോ എപ്പോഴും വറി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നാം. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകളും സാരങ്ങളും എല്ലാം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എനിക്കും അറിയാവുന്ന ഒത്തിരി കഥകളുണ്ട്. പക്ഷേ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ച് നാം എപ്പോഴും വറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാം എന്നുള്ള അറിവ് തന്നെ വലിയ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശക്തിയെ വീണ്ടും ബലപ്പെടുത്തുവാനായിട്ട്, അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ നേടുവാനായിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇനി നാലാമത്തെ കാര്യമാണ് ഫോക്കസ് ഓൺ കീ ഏരിയാസ്. പ്രയോറിറ്റി ചെയ്യേണ്ട കാര്യത്തെ കണ്ടെത്തുകയും അതനുസരിച്ച് കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നവരാണ് എഫക്റ്റീവ് മാനേജേഴ്സ്. ഫസ്റ്റ് കം ഫസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ആദ്യം ചെയ്യുക. ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുവാനും കാര്യങ്ങളെ സമയത്ത് തീർക്കുവാനും ശ്രമിക്കുന്നവരാണ് എഫക്റ്റീവായിട്ടുള്ള എക്സിക്യൂട്ടീവ്സ്. ഇതുമായി ബന്ധപ്പെട്ട 80-20 പ്രിൻസിപ്പിൾസ് എല്ലാം നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ മനസ്സിലാക്കുക, പ്രയോറിറ്റൈസ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ഓൺ കീ ഏരിയാസ്, ആ കീ ഏരിയാസിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും പ്രൊഡക്ടിവിറ്റിയും ഉണ്ടാകും, റിസൾട്ടും ഉണ്ടാകുന്നത്, വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്നവരാണ് എഫക്റ്റീവായിട്ടുള്ള എക്സിക്യൂട്ടീവ്സ്. അഞ്ചാമത്തെ കാര്യമാണ് എഫക്റ്റീവ് ഡിസിഷൻ മേക്കേഴ്സ്. ഏത് തീരുമാനമാണ് എടുക്കേണ്ടതെന്നും എപ്പോഴാണ് എടുക്കേണ്ടതെന്നും എങ്ങനെ എടുക്കേണ്ടതെന്നുമുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടാകും. അപ്പോൾ എഫക്റ്റീവായിട്ട് ഡിസിഷൻസ് എടുക്കുന്നവരാണ് എക്സിക്യൂട്ടീവ്സ്. ആലോചിച്ച് നോക്കുക, നാം ഒരു തീരുമാനമെടുക്കാൻ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പലരോടും ആലോചിക്കുന്നു, ചർച്ച ചെയ്യുന്നു, പക്ഷേ അവസാനം നാം തെറ്റായ തീരുമാനം എടുക്കുന്നതൊക്കെ ആയിരിക്കാം. അപ്പോൾ ശരിയായ തീരുമാനം എടുക്കുവാനായിട്ട് എഫക്റ്റീവായിട്ടുള്ള എക്സിക്യൂട്ടീവ്സിന് കഴിയുന്നു എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി പലപ്പോഴും സംഭവിക്കുന്നതാണ്, അധികം സമയം നാം ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് പോലെയുള്ള ആളുകൾ കുറേ സമയം നമ്മൾ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ഓവർ സ്റ്റാഫ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്, നാം വിചാരിക്കും കുറേ മീറ്റിംഗ്സിൽ കൂടിയ കാര്യങ്ങളെല്ലാം എഫക്റ്റീവ് ആകുമെന്ന്. പക്ഷേ ഒത്തിരി മീറ്റിംഗ്സ് നടക്കുന്നുണ്ടെങ്കിലും അത് വലിയ എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്
എപ്പോഴും എഫക്റ്റീവായിട്ടുള്ള മാനേജേഴ്സ്. അതുകൊണ്ട് ഈ 5 ഹാബിറ്റുകൾ നമുക്കുണ്ടാകുന്നെങ്കിൽ നമുക്കും എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ്സായി മാറുവാനും കാര്യങ്ങൾ വളരെ വേഗത്തിൽ സമയബന്ധിതമായി തീർത്തുകൊണ്ട് നമ്മുടെ റിസൾട്ട്സും പ്രൊഡക്ടിവിറ്റിയും ഓർഗനൈസേഷൻ്റെ ഗ്രോത്തും അഷ്വർ ചെയ്യാനായിട്ട് സാധിക്കും. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഈ ഒരു ചിന്തകൾ നമുക്ക് ധാരാളം പ്രചോദനം നൽകട്ടെ. അതിന് എല്ലാവർക്കും എല്ലാ വിശ്വസും നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.